നമസ്കാരം. എല്ലാവരെയും ചെറിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഓരോ പകലും ജനങ്ങൾ തള്ളി നീക്കുന്നത് വളരെ പ്രയാസപ്പെട്ടാണ്. ഉദയവും അസ്തമയവും നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഒന്നും സൃഷ്ടിക്കുന്നില്ല. എന്നാൽ അതിനിടയ്ക്കുള്ള സമയം ഓരോ ദിവസം ചെല്ലുന്തോറും വളരെയധികം വ്യതിയാനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കാലാവസ്ഥയിലെ ഈ മാറ്റം ദശകങ്ങൾക്ക് മുന്നേ തന്നെ പ്രകടമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് വ്യാവസായിക പുരോഗതി നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിലാകെ ജൈവവാതകങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഗണ്യമായ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഗ്ലോബൽ വാർമിംഗ് എന്നത് ഗ്ലോബൽ ഹീറ്റിംഗ് എന്നതിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ജനജീവിതത്തെ അസഹ്യമായി ബാധിക്കുന്നുണ്ട്. 84 വർഷത്തിനിടെ ഏറ്റവും ചൂട് കൂടിയ ദിനം 2024 ജൂലൈ 21 ആണെന്ന് യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥാ ഏജൻസി കോപ്പർനിക്കസ് റിപ്പോർട്ട് ചെയ്യുന്നു. ലോകത്തെ 3.4 ബില്യൺ തൊഴിലാളികളിൽ 70% ആളുകളും കാലാവസ്ഥാ ദുരന്തങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അപകടങ്ങളും ധാരാളം തൊഴിലാളികൾക്ക് സംഭവിക്കുന്നുണ്ട്. അവസ്ഥ മോശമായിട്ടും സർക്കാരും കമ്പനികളും തൊഴിലാളികളെ സംരക്ഷിക്കാൻ നടപടിയെടുക്കുന്നില്ല. തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി മതിയായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ചൂടിനെ പ്രതിരോധിക്കാൻ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നതല്ലാതെ കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിക്കുന്നില്ല. 1.6 ബില്യൺ ആളുകളിൽ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് പതിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ പ്രദേശം പാലക്കാടാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഓട്ടോമാറ്റിക് സ്റ്റേഷൻ ഡാറ്റ പ്രകാരം പത്തനംതിട്ട, കണ്ണൂർ, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോട്ടയം എന്നീ ജില്ലകളിലും ചൂട് ഗണ്യമായ തോതിൽ വർദ്ധിക്കുന്നുണ്ട്. പോയ വർഷം പാലക്കാട് ജില്ലയിൽ 42 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരുന്നു. വരും കാലങ്ങളിലും താപനില വർദ്ധിക്കാനാണ് സാധ്യത. ഇന്ത്യയിൽ ഏറ്റവും ചൂടേറിയ സ്ഥലം രാജസ്ഥാനിലെ ഫലോഡയാണ്. 2016 51 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്നത് ഇന്ന് 2024 ആയപ്പോൾ 52.3 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിരിക്കുന്നു. താർ മരുഭൂമി പ്രദേശമാണ് ഫലോഡ. ആന്ധ്രാപ്രദേശിലും ചൂട് ഗണ്യമായ തോതിൽ വർദ്ധിക്കുകയാണ്. അവിടെ 44.5 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ വേനൽ അനുഭവപ്പെടുന്ന രാജ്യം സഹാറ മരുഭൂമിയോട് അടുത്ത് കിടക്കുന്ന ലിബിയ ആണ്. ആഫ്രിക്കൻ രാജ്യമായ വടക്കൻ എത്യോപ്യയിലെ അഗ്നിപർവ്വത മേഖലയായ അഫറിലെ ഡെല്ലോളാണ് ഏറ്റവും ചൂട് കൂടിയ പ്രദേശം. ഗ്ലോബൽ വാർമിംഗ് അഥവാ ഗ്ലോബൽ ഹീറ്റിംഗ് എന്നത് ഒരു ആഗോള പ്രതിഭാസം തന്നെയാണ്. അഗ്നി തന്നെ ഭൂമിയിൽ പതിക്കുന്ന പ്രതീതിയാണ് ലോകത്തെ എല്ലായിടത്തും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടിയ ചൂട് 56.7 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് 1913 ജൂലൈ 10 അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഡെത്ത് വാലി നാഷണൽ പാർക്ക് വരുന്ന ഫൊറൻസ് ക്രീക്കിലാണ്. ഇനി ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ട വസ്തുക്കളെല്ലാം നാം കയ്യിൽ കരുതുക. കുടയും തൊപ്പിയും സൺഗ്ലാസും വാട്ടർ ബോട്ടിലുകളും എല്ലാം കരുതി വേണം നമ്മുടെ ഓരോ യാത്രയും ആരംഭിക്കുവാൻ.